ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞ് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് എത്തിയിട്ടാണ് വീഡിയോ എടുത്തത്. ഇപ്പോൾ സമയം ഒരു 7:30 ആയി. കുട്ടികൾക്ക് ഇപ്പോൾ ഒരു 9:30ക്കാണ് എക്സാം. അതുകൊണ്ട് ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഇത് നമ്മളെ വീട്ടിൻ്റെ ബാക്കിലാണ് കേട്ടോ. അവിടെ എപ്പോഴും ഈ കിളികൾ വരും. ഭയങ്കര സൗണ്ടാണ് ഈ കിളികൾക്ക്. അപ്പോൾ പിന്നെ അവർ എഴുന്നേൽക്കുന്ന മുന്നേ തന്നെ പത്തിരിൻ്റെ പണി ചായപ്പണി എല്ലാം കഴിഞ്ഞ് സെറ്റായതിന് ശേഷം ഞാൻ അവരെ വിളിക്കാം കേട്ടോ. അതിന് മുമ്പ് രാവിലെ അവർ സുബഹി നിസ്കരിച്ച് കിടന്നതാണ് മോനൊക്കെ. അപ്പോൾ അതാ പത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കോഫി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അതിനുള്ള പാല് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് വേണം. എനിക്ക് മക്കളെ യൂണിഫോം അയൺ ചെയ്യാൻ മറന്നുപോയി. തലേന്നാണ് അയൺ ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പം അത് സെറ്റാക്കി കൊണ്ടുവന്നാൽ എനിക്ക് അയൺ ചെയ്യണം. ആ സമയം കൊണ്ട് അവർ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് അപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡൊന്നും അവർക്ക് പിന്നെ കൊണ്ടുപോകാനില്ലല്ലോ. ഉച്ച വരെയുള്ള എക്സാമുള്ളൂ. അതുകൊണ്ട് പിന്നെ ഫുഡൊന്നും കൊണ്ടുപോകേണ്ട. സിയമ്മോക്ക് സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇന്ന് മൂപ്പര് അതിന് പപ്പായും ഞാൻ ഈത്തപ്പഴമാണ് കൊടുക്കുന്നത്. അങ്ങനെ അവരെ ചായപ്പൊടിയൊക്കെ ഏകദേശം കൈയായിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുവയ്ക്കേണ്ട അവരെ ഉപ്പുള്ളതിനെ കൊണ്ട് ഉപ്പങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് അത് വലിയൊരു ജോലി എനിക്കില്ല. അപ്പോൾ ആ സമയം കൊണ്ട് അവർ പോയ സമയം കൊണ്ട് ഉച്ചത്തേക്കുള്ള ലഞ്ചിനുള്ള തയ്യാറാക്കണം. അതുപോലെ തന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല. അവരിറങ്ങിയ പാടെ തന്നെ എൻ്റെ ചായ കുടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ചോറ് അടുപ്പത്തുണ്ട്, നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റാകുമ്പോഴത്തേനും ഇപ്പുറത്ത് കറിക്കുള്ളത് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കറിയായിട്ട് ഇന്ന് മുരിങ്ങക്കായ് മാങ്ങയും ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ട്. പിന്നെ ഇതിന്ന് വീടിൻ്റെ അടുത്ത് അവിടെ ഉണ്ടായ ഇഞ്ചിയാണ് കേട്ടോ. അത് അവരെനിക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് പറഞ്ഞ് ചക്കക്കൂരാണ് ഇതിൽ രണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്ന കൊണ്ട് ഇപ്പോൾ ചക്കയും കിട്ടാനില്ലല്ലോ. പിന്നെ മാങ്ങ ഇന്നലെ വാങ്ങി വെച്ചതായിരുന്നു. പക്ഷേ അത് ലേശം പഴുത്ത് പോയി. പക്ഷേ നല്ല പുളി ഉണ്ടായിരുന്നു, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം കറി തന്നെ ഇടാമെന്ന് കരുതി. അപ്പം ചെമ്മീനും മുരിങ്ങക്കായ് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് ചോറായിട്ടുണ്ടായിരുന്നു. ഈ ചോറിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഓരോരോ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്നും വീഡിയോ എടുക്കുന്നൊന്നുമില്ല. കുറച്ചേ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പം അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിന്ന് മുരിങ്ങയില ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു. ചെമ്മീനും മത്തിയും കൂടിയും കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് കറീൻ്റെ അത് മൊത്തം നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കടുക് ഉലുവയും കറിവേപ്പില ഇട്ടിട്ടാണ് തൂമിക്കുന്നത്. അപ്പത്തിന് 12 മണി ആയിട്ടുണ്ട്. അവർ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അവരങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും. അപ്പോൾ ജെയ്ത്തുനാണ് സീമുത്ത് കഴിക്കുന്നത്. ഇത് സിയ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടില്ലല്ലോ. അപ്പോൾ വിചാരിച്ച് വാട്ടർ മെലൺ ഉണ്ട്, അതങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ അവരങ്ങ് ടി വിയും കണ്ട് കഴിച്ചോളും. ആ സമയം കൂടി എനിക്ക് ബാക്കിയുള്ള പണിയും കൂടിയും കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ നമുക്കിന്ന് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മത്തി വരട്ട ചെയ്യാൻ വെച്ച്. മത്തി അല്ലാണ്ട് കറി വെച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചതിൻ്റെ ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉള്ളി, തക്കാളി, നമ്മളെ ചുവന്ന മുളക് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സിയിൽ ഉള്ളി എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മത്തിയിട്ട് നന്നായി തിളപ്പിച്ച് ഇതുപോലെ ആയിട്ട് വറ്റിയെടുക്കണം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ്. നമുക്ക് പെട്ടെന്ന് നല്ല പത്തിരിക്കായാലും ചോറ്റിനൊക്കെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഫുഡ് കഴിക്കാനായിട്ടുണ്ടായി. അപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങയിൽ
മീൻ ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കാണ്ടിരിക്കരുത്. ഓക്കെ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.